ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രം വ്ലോഗ്സ്. എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇതാ നമ്മുടെ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് 29 നോമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 29 നോമ്പും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 29ാമത്തെ നോമ്പ് ഇന്നലെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് എൻ്റെ വീട്ടിൽ നോമ്പ് തുറ ഫങ്ഷനായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു 20 പേര് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഇവിടെയാണ് കേട്ടോ നമ്മൾ നോമ്പ് തുറ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മറ്റേ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പൈസ ഒക്കെ പിരിച്ചിട്ട് നമ്മളിവിടെ ഒരു നോമ്പ് തുറ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ അതാണ് 29ാമത്തെ നോമ്പിൻ്റെ സീരിയസ് ഞാൻ ഇടാണ്ടായത്. അപ്പോൾ അവരൊക്കെ എടുത്തിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസേ കിട്ടിയിട്ടുള്ളൂ, ഇനി കുറച്ച് വീഡിയോസും കൂടെ കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാണ്ടായത്. എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ അങ്ങനെ ചെറിയ പെരുന്നാളായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഗൈസ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൈ കടഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പം അങ്ങനെ ചെറിയ പെരുന്നാളായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് 2 കിറ്റ് അരി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്ര സക്കാത്തിൻ്റെ അരി എന്ന് പറയും. അപ്പം അത് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ഇവിടെ അടുത്ത് 2 വീട്ടുകളിൽ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇനി അത് കൊടുക്കണം. അപ്പം ഇന്ന് വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, അതൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അത്തമ്മ മരണപ്പെട്ടിട്ട് ഇന്ന് 6 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് 1 വർഷം തികയാത്തതുകൊണ്ട് നമുക്കൊന്നും എന്താ പറയുക ആഘോഷങ്ങളൊന്നും പാടില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഡ്രസ്സും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. കാര്യത്തിന് വേണ്ടി മാത്രം നിസ്കരിക്കുമ്പോൾ ഒരു പുതിയ വസ്ത്രം ഇട്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു എനിക്ക് ഒരു കോട്ട് സെറ്റ് പോലത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പും പാൻറ്റും എടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതിട്ട് നിസ്കരിക്കും. പിന്നെ ഉമ്മാക്ക് എന്ന് പറയുമ്പോൾ ഉമ്മാക്ക് നൈറ്റി ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഒന്ന് പുതിയ വസ്ത്രം ഇട്ട് നിസ്കരിക്കണം എന്നുള്ള ഇതുകൊണ്ട് നമ്മൾ അതിന് മാത്രമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ ഷോപ്പിംഗ് വലിയ പെരുന്നാൾ ആഘോഷം എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനും ഉമ്മയാണിട്ടുള്ളത്. അപ്പോൾ താത്ത എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വരാമെന്നാണ് പറഞ്ഞത്. അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ആകാശമൊന്നുമില്ല. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അപ്പം അത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അരി കൊടുക്കാനുണ്ട്. ഇപ്പം തന്നെ സമയം 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് കൊടുത്തിട്ട് വരാം. ഈ 2 കിറ്റ് അരിയാണ് കേട്ടോ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്തായാലും ഞാൻ അരിയൊക്കെ ഒന്ന് കൊടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പം തന്നെ സമയം 7 മണി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും പോയി കൊടുത്തിട്ട് വന്നിട്ട് വേണം എനിക്ക് കുളിച്ച് റെഡിയാവാൻ കേട്ടോ. അപ്പോൾ ഗായ്സ് രാവിലേക്കുള്ളതാ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിക്കനൊന്നും ഇട്ടിട്ടില്ല, അപ്പം തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ചിക്കൻ ഞാനവിടെ ഉച്ചത്തേക്കുള്ള ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാ ഇവിടെ ഉമ്മ രാവിലെ തന്നെ പത്തിരിയൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇതാ ഉമ്മ ഇവിടെ നിൽക്കുന്നു ഗൈസ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗായ്സ് ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഡ്രസ്സ്. വയലറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നിസ്കരിക്കാൻ വേണ്ടി ഇപ്പം ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോകണം. ഫുഡ് കഴിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് ഇട്ടത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ള ഡ്രസ്സ്, കോട്ട് സെറ്റ്. അപ്പോൾ ഗായ്സ് ഇനി ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് എന്തായാലും ഇനി നിസ്കരിക്കണം കേട്ടോ ഗൈസ്. പള്ളിയിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഗായ്സ് ഇതാ എന്തൊക്കെയാണ് കേട്ടോ ഫുഡ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പത്തിരി ഉണ്ട്, അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ട്. പിന്നെ ഇതാ എനിക്ക് മെയിനായിട്ട് വേണ്ടത് പാലാണ് കേട്ടോ. പിന്നെ അതവിടെ ചായ ഉണ്ട്, പിന്നെ അതാ പഴവും ഉണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും വിചാരിക്കും നിങ്ങൾ ആഘോഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
പത്തിരിയും ചിക്കൻ കറിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ പലരും വിചാരിക്കും, അതറിയാത്തത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കണതുകൊണ്ട് നല്ലൊരു ഫുഡ് ഉണ്ടാക്കാം. നല്ലൊരു ദിവസമാണല്ലോ. അപ്പം നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് അവർക്ക് എന്തായാലും നമുക്ക് എന്താ പറയുക, ദുആ ചെയ്തിട്ട് അവർക്ക് അതൊന്ന് അതിൻ്റെ ഫലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അതാ പത്തിരി, ചിക്കൻ കറി, പിന്നെ അതാ മറ്റേ തേങ്ങാപ്പാൽ, ചായ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഇതാ ഉമ്മ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാളും നിസ്കരിച്ചതിന് ശേഷം അപ്പത്തിന് ചിന്നമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഉമ്മയും ചിന്നമ്മൊക്കെ കൂടിയിട്ട് ഉച്ചത്തേക്കുള്ള ബിരിയാണിക്കുള്ളത് ഓരോന്ന് കട്ടയിലും പണിയിലൊക്കെ ആയിരുന്നു കേട്ടോ അവർ. അപ്പം അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് പോയിട്ടോ. അപ്പോൾ ഇവർ രണ്ടാളും ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ട് പിന്നെ 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരുമ്പോഴത്തേനും ഉമ്മ ചോറിൽ എന്താ പറയുക അരിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് തിളക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചിന്നത്തെ ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സിപ്പപ്പും അതുപോലെ തന്നെ ഫാമിലി പാക്കായിട്ട് തന്നെ ഐസ്ക്രീം കുറേ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കണതിൻ്റെ മുമ്പായിരുന്നു കഴിച്ചത്. പിന്നെ ഫുഡ് കഴിക്കാൻ തന്നെ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ചിന്നത്തെ ഐസ്ക്രീം കൊണ്ട് കാരണം നേരത്തെ അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫുഡ് കഴിക്കൽ പതിയെ നിർത്തിയിട്ടാണ് ഇപ്പോൾ അത് വന്നിട്ട് ഐസ്ക്രീം ഓപ്പൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഒരു നീളത്തിലൊരു സാധനം. അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വേണം ഇത് തുറക്കാനായിട്ട്. ആൾക്കത് തുറക്കാൻ കിട്ടുന്നില്ല, ഓപ്പൺ ചെയ്യാൻ കിട്ടുന്നില്ല. അപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുത്തു. പിന്നെ ആദ്യം തന്നെ അവന് കൊടുത്താണ് കേട്ടോ. അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഐസ്ക്രീം ബാറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൊടുക്കുമല്ലോ, അതുപോലെ തന്നെ അവന് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്കൂപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ അവന് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്കൊരു സ്കൂപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ മേലെ ഈ സിപ്പപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, മാംഗോൻ്റെ, അത് ഞാൻ അതിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഉമ്മ അവിടെ ചിക്കൻ ഗ്രേവി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പത്തേനും പിന്നെ അതാ ഉമ്മ അവിടെ ദമ്മിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചോറ് ദമ്മിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടുള്ളത് കൊണ്ടാണ് ഉമ്മാനെ കൊണ്ട് തുറപ്പിച്ചത് കേട്ടോ. ഉമ്മാക്ക് പിന്നെ അതൊക്കെ ചീളി കേസാണല്ലോ. അങ്ങനെ അത് അടിപൊളിയായിട്ട് നമ്മുടെ മട്ടൻ ബിരിയാണി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് സിനിമ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദിന് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് എടുത്തതാണ് കേട്ടോ. പിന്നെ അന്ന് വെള്ളിയാഴ്ച ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചിന്നത്താവും മുഹമ്മദൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവർ വരുന്ന സമയത്ത് തന്നെ 3 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ചിന്നത്താവും മുഹമ്മദും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് അപ്പോഴേ പള്ളിക്ക് പോണതിന് മുമ്പാണ് അവൻ ബിരിയാണി കഴിച്ചത് കേട്ടോ. പിന്നെ അവിടെ വന്നിട്ട് രാവിലത്തെ പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അത് പത്തിരിയാണ് കേട്ടോ കഴിക്കുന്നത്, പത്തിരിയും ചിക്കൻ കറിയും. പിന്നെ അത് അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അസ്ന മാത്രമില്ല കേട്ടോ, അസ്നയുടെ ട്യൂഷനിൽ പോയിരിക്കുകയാണ് കേട്ടോ. പെരുന്നാളായതുകൊണ്ട് അവിടെ പോയിട്ട് അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് പറഞ്ഞപ്പോൾ അവിടെ പോയിട്ടാണ് കേട്ടോ അവൾ കഴിച്ചത്. ഇപ്പോൾ ഇതാ ഞാനും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഗായ്സ് ഞാനും മുഹമ്മദും കൂടെ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി പോവാണ്. ആ 3 ഗ്ലാസിൻ്റെ ഉള്ളിൽ ഏതോ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ അവന് ബോൾ ഒളിപ്പിച്ചിട്ടുണ്ട്. അത് എന്നോട് കണ്ടുപിടിക്കാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതെന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗായ്സ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവനൊരു ആഗ്രഹം, അവൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ നിന്നു മാത്രം കേട്ടോ ഗായ്സ്. ഇതിനുള്ളിൽ തുറന്നാൽ മതിയാ കിട്ടാൻ നോക്കട്ടെ. ഞാൻ തൊടണം. ആ ശരി. അയ്യോ പേടിയാണോ. ഇതാ തുറക്ക, അതിലുണ്ടാ നോക്ക്. കണ്ടുപിടിച്ചു. അങ്ങനെ തന്നെ നമ്മുടെ സെഹ്റാബി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് ഒരു 7 മണി 7:30 ആയിട്ടുണ്ടാവും കേട്ടോ ഒരു വീടെത്തുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ സെഹ്റമോളുടെ പെരുന്നാൾ ഡ്രസ്സ്. ഇത് അവൾക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇട്ടത് വേറൊരു ഡ്രസ്സാണ്, അത് ഞാൻ ഈ സ്ക്രീനിൽ ഞാനൊരു ഫോട്ടോ കൊടുക്കാം കേട്ടോ. അതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് അവൾക്ക് വേറൊരു ഫ്രോക്കായിരുന്നു കേട്ടോ, അതെനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ അടിയിൽ ബോൾ പോയപ്പോൾ എന്നോട് എടുത്തുതരാൻ വേണ്ടി പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ സെഹ്റാബി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുള്ള് ഇവളുടെ ബാക്കിൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഓരോരോ കുരുത്തക്കേട് ചെയ്യുന്ന സമയത്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ബൊമ്മൻ്റെ ബാക്കിൽ
ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട്, ചെറുതല്ല വലുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട്. പക്ഷെ അത് ഇനിയും തുന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാനും അവൾ പിന്നെയും അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ച് കാണിച്ചു തന്നത് കേട്ടോ എനിക്ക്. പിന്നെ ഇവള് വന്നാൽ തന്നെ ഞങ്ങൾക്ക് പിന്നെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഓണാണ് കേട്ടോ. എല്ലാവരും പിന്നെ ഓണാണ്. അപ്പോൾ ഇതാ ഇവിടെ ചിന്നത്ത കടയിൽ പോയി വന്നതും സഹറാനൊക്കെ ആയിട്ട് വെറുതെ ഒന്ന് ഇവിടെ വീട്ടിൻ്റെ അപ്പുറം വരെ ഒന്ന് പോയതാണ് കേട്ടോ. വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. അവൾ ബൈക്ക് കണ്ട അവൾക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചിന്നത്ത ഒന്ന് ഒരു ചെറിയ റൗണ്ട് അടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ അസിനെ ബാക്കിലിരുന്നിട്ട് സഹറാൻ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വണ്ടിയിലൊക്കെ പോകാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതവിടെ അസിനെ ഷട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഷട്ടിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് അഫ്രീന. ബൈ, ഗുഡ് നൈറ്റ്.